ഞാൻ നിഷയാണ്. ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പീച്ചിങ്ങ തക്കാളി മെഴുക്കുപുരട്ടി. ചോറിനോടൊപ്പം കഴിക്കാവുന്ന സ്വാദേറിയ ഒരു വിഭവമാണിത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കറി വെക്കുമ്പോൾ അതിലെ പച്ചക്കറികൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പീച്ചിങ്ങ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സ്വാദേറിയ ഒരു മെഴുക്കുപുരട്ടിയാണിത്. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പീച്ചിങ്ങ ഒരെണ്ണം, തക്കാളി അരിഞ്ഞത് 2 എണ്ണം, സവാള അരിഞ്ഞത് 2 എണ്ണം, മുളക് പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്, എണ്ണ 3 സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ. ഇനി മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന വിധം നോക്കാം. പീച്ചിങ്ങ ചെറുതായി അരിയുക. ചൂടായ എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച പീച്ചിങ്ങ, തക്കാളി, സവാള എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം 5 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കുക. പീച്ചിങ്ങ തക്കാളി മെഴുക്കുപുരട്ടി റെഡി. ചോറിനോടൊപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി മെഴുക്കുപുരട്ടിയാണിത്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കാൻ മറക്കില്ലല്ലോ. വളരെ രുചികരമായ ഒരു അനുഭവമായിരിക്കും തീർച്ച.